എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് മെയ് 15-ാം തീയതി വരെ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പല സ്കൂളുകളിലും നാളെ ഉച്ചവരെയാണ് ഈ ഒരു അപേക്ഷ സ്വീകരിക്കുന്നത്. കാരണം ഓൾറെഡി റെഗുലർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ഈ ഒരു അപേക്ഷ നൽകി കഴിഞ്ഞത് കൊണ്ട് തന്നെ പല സ്കൂളുകളിൽ നിന്നും നാളെ ഉച്ചവരെയൊക്കെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നാളെ രാവിലെ തന്നെ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് നൽകുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ട്രഷറി വഴി നിങ്ങൾ തന്നെ ഫീസ് അടക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം ഈ ഒരു 15-ാം തീയതിക്കുള്ളിൽ സ്കൂളിൽ പോയിട്ട് അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് നൽകേണ്ടതായിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നാളെയോടെ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 600 രൂപ ഫൈനോടുകൂടി വിദ്യാർത്ഥികൾക്ക് അപേക്ഷകൾ 17-ാം തീയതി വരെ നൽകുന്നതിനുള്ള അവസരമുണ്ട്. അപ്പോൾ ചില സമയത്ത് നിങ്ങൾ തന്നെ ട്രഷറിയിൽ ആ ഒരു ഫീസ് അടച്ചുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ ട്രഷറിയിൽ ആ ഒരു ഫീസ് അടച്ചതിൻ്റെ ഡീറ്റെയിൽസും സ്കൂളിൽ നൽകേണ്ടതായിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപേക്ഷകൾ നാളെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് സ്കൂളുകളിൽ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചില സ്കൂളുകളിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതും, അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്കുള്ള സംശയമുണ്ട്. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരവും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു കാര്യമായിരുന്നു ഈ ഒരു റീവാലുവേഷൻ അല്ല, അതായത് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ റിസൾട്ട് വന്ന ശേഷം അവരുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് എന്നുള്ളത് 2 എന്ന് കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നത് സാധാരണ +2 ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അപ്പോൾ ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ ഒരിക്കലും ചാൻസ് നമ്പർ 2 എന്ന് ഉണ്ടാവില്ല, ചാൻസ് നമ്പർ 1 എന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. വിദ്യാർത്ഥികൾ +2 ജയിക്കാതെയാണ് ഈ ഒരു സേ പരീക്ഷ, അതായത് ജയിക്കാത്ത വിദ്യാർത്ഥികളാണ് സേ പരീക്ഷ എഴുതുക. അപ്പോൾ അങ്ങനെ സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ എത്ര പ്രാവശ്യം ജയിക്കാനായിട്ട് പരീക്ഷ എഴുതുന്നോ അതിനനുസരിച്ചിട്ടാണ് ചാൻസ് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ഈ ഒരു സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റിൽ ചാൻസ് നമ്പർ 2 എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക, അതായത് നമ്പർ ഓഫ് ചാൻസ് 2 എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ ഈ ഒരു രീതിയിൽ നമ്പർ ഓഫ് ചാൻസ് 2 എന്നല്ല, പകരം നമ്പർ ഓഫ് ചാൻസ് 1 എന്ന് മാത്രമാണ് ഉണ്ടാവുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വിദ്യാർത്ഥികളുടെ പേരാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ പേരല്ല, നെയിം ആൻഡ് ഇയർ ഓഫ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഇവിടെ +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം 2024 എന്ന് എഴുതുക, ജൂൺ 2024 എന്ന് എഴുതുക. അതായത് +2 സേ ഇംപ്രൂവ്മെൻറ്റ് സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ജൂൺ 2024 എന്ന് എഴുതുക. അതിനുശേഷം സെൻറ്റർ നമ്പർ ആൻഡ് നെയിം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പരീക്ഷയുടെ ഏത് സ്കൂളിൻ്റെ പേരും ആ ഒരു സ്കൂളിൻ്റെ കോഡും കറക്റ്റായിട്ട് എഴുതുക. ഇനി സ്ട്രീം ഓഫ് സ്റ്റഡി എന്ന് ചോദിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ ടെക്നിക്കൽ ആണോ, ആർട്ട് ഹയർ സെക്കൻഡറി ആണോ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണോ, അല്ലെങ്കിൽ ഇക്വലൻസി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹയർ സെക്കൻഡറി ആണെങ്കിൽ ഹയർ സെക്കൻഡറി എന്നുള്ളത് രേഖപ്പെടുത്തുക. അടുത്തതായിട്ട് ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി ചോദിക്കുന്ന ആ ഒരു ഭാഗത്ത് സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ, അതർ ആണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഏതാണെന്നുള്ളത് രേഖപ്പെടുത്തുക. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആണെങ്കിൽ സയൻസ് എന്ന കാറ്റഗറിയിലാണ് വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കാറ്റഗറി എന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്കൂൾ ഗോയിങ് ആണോ, അതായത് അതുപോലെ തന്നെ ഈ ഒരു സ്കോൾ കേരളയാണോ, കമ്പാർട്ട്മെൻറ്റിലാണോ, ലാറ്ററൽ എൻട്രി ആണോ, സ്പെഷ്യൽ കാറ്റഗറി ആണോ, അല്ലെങ്കിൽ അതർ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ സ്കൂൾ ഗോയിങ് എന്നാണ് എഴുതേണ്ടത്. അതുപോലെ +2 മുൻപ്, അതായത് 2023 അതിന് മുൻപോ +2 പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് പരീക്ഷ എന്ന വിദ്യാർത്ഥികളാണെങ്കിൽ കമ്പാർട്ട്മെൻറ്റിൽ എന്നുള്ളതും, അതുപോലെ പ്രൈവറ്റ് രജിസ്ട്രേഷനോ അല്ലെങ്കിൽ സ്കോൾ കേരള വഴി പഠിക്കുന്നവരാണെങ്കിൽ സ്കോൾ കേരള എന്നുള്ളതും, ലാറ്ററൽ എൻട്രി വിദ്യാർത്ഥികളാണെങ്കിൽ ലാറ്ററൽ എൻട്രി എന്നുള്ളതുമാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ മറ്റ് കാറ്റഗറിയിൽ ആണെങ്കിൽ താഴെയുള്ളതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. ഇനി സ്കീമാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സയൻസ് പഠിക്കുന്ന സമയത്ത് ഈ ഒരു മാത്സ് നിങ്ങൾ 80-ലാണ് പഠിച്ചതെങ്കിൽ, അതായത് 80 മാർക്കിലുള്ള മാത്സ് ആണ് പഠിച്ചതെങ്കിൽ ഓൾഡും, 60 മാർക്കിലുള്ള സബ്ജക്റ്റാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ന്യൂ സ്കീമുമാണ് ഉണ്ടാവുക. അപ്പോൾ ഏതാണ് നിങ്ങളുടെ സ്കീം എന്നുള്ളത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കീം ന്യൂ ആണോ അല്ലെങ്കിൽ ഓൾഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഹാൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നിങ്ങളോട് നിങ്ങൾ ന്യൂ സ്കീമാണോ ഓൾഡ് സ്കീമാണോ എന്നുള്ളത് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങളുടെ പേരാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ പേര്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ നെയിം ഓഫ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ആ ഒരു പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്തുക. അടുത്തത് നിങ്ങളുടെ ജെൻഡറാണ്, മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഏതാണെന്നുള്ളതനുസരിച്ച് അതിന് കറക്റ്റായിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി റിലീജിയൻ ആൻഡ് കാസ്റ്റ് ചോദിക്കുന്നുണ്ട്, അതിവിടെ കറക്റ്റായിട്ട് എഴുതുക. കമ്മ്യൂണിറ്റി ചോദിക്കുന്നുണ്ട്, ഏതാണോ കമ്മ്യൂണിറ്റി, SC ആണോ, ST ആണോ, OEC ആണോ, OBC ആണോ, അല്ലെങ്കിൽ അതർ ആണോ എന്നുള്ളതനുസരിച്ചുണ്ട് അത് ക്ലിക്ക് ചെയ്യുക, അതായത് ടിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. അത് സ്കൂളിൽ നിന്നും പ്രിൻസിപ്പൽ അറ്റസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് നിങ്ങളുടെ SSLC അല്ലെങ്കിൽ ഇക്വലൻ്റ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ SSLC പാസ്സായ മാസം, ഇയർ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ ആണ് ഇവിടെ എഴുതേണ്ടത്. അടുത്തത് അഡ്മിഷൻ നമ്പർ ഓർ സ്കോൾ കേരള നമ്പർ ഓർ KSLMA രജിസ്ട്രേഷൻ നമ്പറാണ് ചോദിക്കുന്നത്. അത് ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ എഴുതുക. ഇനി അടുത്തതായിട്ടുള്ളത്
നിങ്ങൾ അവസാനമായിട്ട് എഴുതിയ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾ അവസാനമായിട്ട് ഈ ഒരു മാർച്ചിലായിരിക്കും പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അതായത് +1 ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റിലായിട്ട് എഴുതിയ വിദ്യാർത്ഥികളായിരിക്കും. അപ്പോൾ നിങ്ങൾ അവസാനമായിട്ട് എഴുതിയ ആ ഒരു പരീക്ഷയുടെ ഏത് മാസമാണ് എന്നുള്ളതും ഏത് വർഷമാണെന്നുള്ളതും അതിൻ്റെ രജിസ്റ്റർ നമ്പർ ഇവിടെ എഴുതുക. അതിനുശേഷം ഇവിടെ അടുത്തതായിട്ട് നിങ്ങൾ ഏതൊക്കെ വിഷയമാണ് പരീക്ഷ ഈ ഒരു സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് 500 രൂപയാണ് ഫീസ് വരിക. അതുപോലെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയം മാത്രമേ ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, അതും ഈ വർഷം മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ +2 ജയിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ 6 വിഷയങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് അല്ല സേ പരീക്ഷ എഴുതാം. പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന് 175 രൂപയും പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിന് 150 രൂപയുമാണ് സേ പരീക്ഷയുടെ ഒരു വിഷയത്തിൻ്റെ ഫീസായിട്ട് വരിക. അതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസും വരുന്നതാണ്. അപ്പോൾ പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ് ആണ്, പാർട്ട് 3 എന്ന് പറഞ്ഞാൽ ബാക്കി സബ്ജക്റ്റാണ്. നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് എഴുതുന്നത് അതിനനുസരിച്ച് ആ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. പാർട്ട് 1 എന്നുള്ള ഭാഗത്ത് ഇംഗ്ലീഷ് എഴുതുന്നുണ്ടെങ്കിൽ മാത്രമേ പാർട്ട് 1 എന്നുള്ളടത്ത് പൂരിപ്പിക്കേണ്ടതുള്ളൂ. പാർട്ട് 2 എന്നുള്ളടത്ത് നിങ്ങൾ മലയാളമോ അല്ലെങ്കിൽ ഹിന്ദിയോ മറ്റ് സെക്കൻഡ് ലാംഗ്വേജോ എഴുതുന്നുണ്ടെങ്കിൽ മാത്രമാണ് പാർട്ട് 2 എന്നുള്ള ഭാഗത്ത് എഴുതേണ്ടതുള്ളൂ. ബാക്കി സബ്ജക്റ്റുകളാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു പാർട്ട് 3 എന്നുള്ള ഭാഗത്ത് സബ്ജക്റ്റ് 1 സബ്ജക്റ്റ് 2 എന്നുള്ള കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ എഴുതുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ മലയാളമാണോ അല്ലെങ്കിൽ തമിഴാണോ കന്നഡയിലാണോ ആ സബ്ജക്റ്റിൻ്റെ പരീക്ഷാ പേപ്പർ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ മലയാളം സെലക്ട് ചെയ്യുക, തമിഴോ കന്നഡയോ ഒക്കെ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾ അവസാനമായിട്ട് എഴുതിയിട്ടുള്ള പരീക്ഷയുടെ ഡീറ്റെയിൽ ആണ്. നിങ്ങൾ ഈ ഒരു സേ പരീക്ഷയോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന ആ ഒരു സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ ഇതിൽ നൽകേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷാണ് ആ ഒരു സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ പാർട്ട് 1 എന്നുള്ള ഭാഗത്ത് ഇംഗ്ലീഷ് എന്നും അതുപോലെ തന്നെ അതിൻ്റെ രജിസ്റ്റർ നമ്പർ, മന്ത് ആൻഡ് ഇയർ, അതുപോലെ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ടോട്ടലി പാസ്സാണോ, നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ അത് പാസ്സാണോ ഇല്ലയോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിന് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ എലിജിബിൾ എന്നും ഇല്ലെങ്കിൽ നോട്ട് എലിജിബിൾ എന്നും എഴുതുക. അതുപോലെ തന്നെ അതിന് അവസാനത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിച്ച സ്കോർ കറക്റ്റായിട്ട് എഴുതുക. +2 ലഭിച്ച സ്കോർ എത്രയാണോ അത് കറക്റ്റായിട്ട് ഇവിടെ എഴുതുക. DE മാർക്കാണ് അവിടെ എഴുതേണ്ടത്, അതിൽ ഗ്രേസ് മാർക്കോ മറ്റോ CE മാർക്കോ കൂട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ പാർട്ട് 2 എന്ന് പറഞ്ഞാൽ മലയാളമാണ്. അപ്പോൾ മലയാളം എഴുതുക. മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഏതാണ് സെക്കൻഡ്, മലയാളമോ അല്ലെങ്കിൽ ഈ ഒരു ഹിന്ദിയോ, അതായത് ഏതാണ് സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചത് ആ ഒരു ഡീറ്റെയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതും നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് സേയോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്നുണ്ടെങ്കിൽ മാത്രമേ എഴുതേണ്ടതുള്ളൂ. അതുപോലെ പാർട്ട് 3 ബാക്കി സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഏത് സബ്ജക്റ്റാണ്, അതായത് നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ ഈ ഒരു സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നത് അതിന് മുൻ വർഷങ്ങളിൽ ലഭിച്ച ആ ഒരു ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അത് മാത്രമേ കറക്റ്റായിട്ട് അവിടെ രേഖപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. ഇനി അടുത്തതായിട്ട് ഫീസ് അടുത്ത ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ ഫീസ് അടുത്ത ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീസ് അടുത്ത ഡീറ്റെയിൽസ് സാധാരണ സ്കൂളിൽ നിന്നാണ് ഫില്ല് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അത് പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങൾ SC/ST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വല്ല ആനുകൂല്യങ്ങൾ നേടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നോ എന്നും ഉണ്ടെങ്കിൽ യെസ് എന്നും ടിക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ട് SC/ST OBC OEC വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, അടുത്തതായിട്ട് നിങ്ങൾ SC/ST OEC OBC വിദ്യാർത്ഥികൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് എന്നുള്ളത് രേഖപ്പെടുത്തുക. ഇനി സെക്കൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് പീരീഡ് ആയിട്ടുള്ള അതായത് 2 ഇയേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള എക്സാം ആണോ എഴുതുന്നത്, അതായത് +1 അല്ലെങ്കിൽ +2 പരീക്ഷയാണോ അല്ലെങ്കിൽ ഈ ഒരു അതായത് സേ പരീക്ഷയാണോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് ആണോ എഴുതുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ അവിടെ രേഖപ്പെടുത്തേണ്ടത് നിങ്ങൾ ഇംപ്രൂവ്മെൻ്റ് ആണ് എഴുതുന്നതെങ്കിൽ അവിടെ യെസ് എന്നും, അതായത് യെസ് എന്നും, അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു സേ പരീക്ഷ എഴുതുന്നെങ്കിലും യെസ് എന്നാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ നോ എന്നാണ് എഴുതേണ്ടത്. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ സിഗ്നേച്ചറും നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സിഗ്നേച്ചേഴ്സുമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക, അതുപോലെ രക്ഷിതാവിൻ്റെ പേരും അതുപോലെ സിഗ്നേച്ചറും അവിടെ ഇടുക. നിങ്ങൾ ഈ ഒരു ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേരും സിഗ്നേച്ചറും ഒക്കെ ഇട്ട ശേഷം മാത്രം സ്കൂളിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് രക്ഷിതാവിനെ സ്കൂളിൽ കൂട്ടിയിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ആ ഒരു രീതിയിൽ ചെയ്യാം. ഈ ഒരു ഫോം കൊണ്ടുപോകുന്ന സമയത്ത് ഇതിൽ ഒട്ടിക്കാനുള്ള ഫോട്ടോയും അതുപോലെ തന്നെ നിങ്ങളുടെ +2 റിസൾട്ടിൻ്റെ ഒരു കോപ്പിയും അതുപോലെ ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ ആ ഒരു കോപ്പിയും അതുപോലെ ആവശ്യമായിട്ടുള്ള ഫീസും കൊണ്ടുപോവുക. അതുപോലെ തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾ ആണെങ്കിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ മെമ്മോയുടെ ഒരു കോപ്പി കൂടി കൊണ്ടുപോവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.